മുൻ എംഎൽഎ പി രാജുവിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് പറവൂരിൽ അനുസ്മരണ സമ്മേളനം നടത്തി. രാജു ഒരിക്കലും വിഭാഗീയത ഇഷ്ടപ്പെട്ടിരുന്നില്ലെന്നും വിഭാഗീയത ഉണ്ടാക്കാൻ പുറത്തുനിന്നുള്ള ചിലർ ശ്രമിച്ചിരുന്നതായും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അനുസ്മരണ പ്രസംഗത്തിൽ പറഞ്ഞു. അന്തരിച്ച മുൻ എംഎൽഎ പി രാജുവിനെ അനുസ്മരിച്ച് സമ്മേളനം നടത്തി. സിപിഐ ജില്ലാ സെക്രട്ടറി കെ.എം. ദിനകരൻ അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുൻ മന്ത്രി എസ്. ശർമ്മ, മുൻ എം.പി. കെ.പി. ധനപാലൻ, പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ, സിപിഎം ഏരിയ സെക്രട്ടറി ടി.വി. നിതിൻ, കോൺഗ്രസ് എസ് സംസ്ഥാന സമിതി അംഗം എൻ.ഐ. പൗലോസ്, മുസ്ലിം ലീഗ് നേതാവ് കെ.കെ. അബ്ദുള്ള, ബി.ജെ.പി. പറവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി.എ. ദിലീപ്, സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ. പ്രകാശ് ബാബു, എ.ഐ.ടി.യു.സി ദേശീയ സെക്രട്ടറി കെ.പി. രാജേന്ദ്രൻ, മുൻ മന്ത്രി കെ.ഇ. ഇസ്മായിൽ, ഐ.എൻ.എൽ. ജില്ലാ സെക്രട്ടറി കെ.എ.എം. ജലീൽ, ഫാദർ ജെയിംസ് മേലപ്പിള്ളി, എസ്.എൻ.ഡി.പി. പറവൂർ യൂണിയൻ സെക്രട്ടറി ഷൈജു മനക്കപ്പടി, എ.ഐ.ടി.യു.സി സംസ്ഥാന പ്രസിഡന്റ് ടി.ജെ. ആഞ്ചലോസ്, വാഴൂർ സോമൻ എം.എൽ.എ, വി.ആർ. സുനിൽകുമാർ എം.എൽ.എ, നഗരസഭാ വൈസ് ചെയർമാൻ എം.ജെ. രാജു, കേരള കോൺഗ്രസ് ജെ നിയോജക മണ്ഡലം പ്രസിഡന്റ് റോഷൻ ചാക്കപ്പൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ.കെ. അഷ്റഫ്, കമല സദാനന്ദൻ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ എൻ. അരുൺ, ഇ.കെ. ശിവൻ, ടി. രഘുവരൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഡിവിൻ കെ. ദിനകരൻ, കെ.എൻ. സുഗതൻ, കെ.എൻ. ഗോപി, ജില്ലാ കൗൺസിൽ അംഗം കെ.ബി. അറുമുഖൻ, മണ്ഡലം സെക്രട്ടറി എം.ആർ. ശോഭനൻ, പി.എൻ. സന്തോഷ് എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ ചർച്ചകളിൽ പറവൂരിലെ എല്ലാ പ്രയാസങ്ങളും വരും. സാധാരണക്കാരുടെ അഭിപ്രായങ്ങൾ, കുടിവെള്ളത്തിന്റെ പ്രശ്നം, വിദ്യുത് ശക്തിയുടെ പ്രശ്നം, യാത്രാ പ്രശ്നങ്ങൾ, അവരുടെ ഭാഗിക സമിതികളുടെ ചർച്ചകളെല്ലാം വരും. ആ ചർച്ചകൾ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ ഒരു വൈദ്യശാലയുടെ മുഖത്തിരുന്ന് പറയുന്ന ചർച്ചകളെല്ലാം തന്നെ ഭാഗികസനമായിട്ട് വന്നു പറവൂരിൽ വരും. അത് കഴിഞ്ഞാണ് 99 മുതൽ 2001 വരെ ഞങ്ങൾ നിയമസഭയിലുണ്ടായി. ഞങ്ങൾ ഇന്ന് രണ്ടുപേരും എംഎൽഎമാരായിരുന്നു. പ്രകാശ് ബാബു എംഎൽഎ ആയിരുന്നു, ഞാനത് 5 കൊല്ലം മന്ത്രിയായിരുന്നു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു നിർണായകം വഹിച്ചുകൊണ്ട് ആ ഒരു സഭയെ മര്യാദയ്ക്ക് നടത്തണമെങ്കിൽ നടത്താനും നടത്താതിരിക്കണമെങ്കിൽ നടത്താതിരിക്കാനും കേൾപ്പുള്ള ഒരു വിഭാഗമായിരുന്നു എന്നുള്ള നിലയിലും അതേപോലെ തന്നെ സൗമ്യനായ ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയും അദ്ദേഹത്തിന്റെ പിതാവായ സഖാവ് സുമിളവർ തുടങ്ങി വെച്ച ആ പാത പിന്തുടർന്നുകൊണ്ട് പറവൂരിന്റെ എംഎൽഎ ആയി കണ്ടിട്ട് അദ്ദേഹം നല്ല രീതിയിൽ എംഎൽഎ എന്നുള്ള രീതിയിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതേപോലെ തന്നെ അദ്ദേഹം സൗഹൃദങ്ങൾ, വ്യത്യസ്ത രാഷ്ട്രീയമാണെങ്കിൽ കൂടി ആ സൗഹൃദങ്ങൾ എന്നും തുടരുകയും അത് നിലനിർത്തി പോവുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതിൽ അദ്ദേഹം പലപ്പോഴും പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഒരു മോശമായ നിലയിൽ അതിനോട് പ്രതികരിച്ചിരുന്നില്ല. പലപ്പോഴും അത്തരം വാർത്തകൾ വന്നു കഴിയുമ്പോൾ, അത് ശ്രദ്ധയിൽപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ 1-2 തവണകൾ കണ്ടാൽ അങ്ങനെ ഒരാളെ പരിചയമില്ലാത്ത പോലെ മാറിപ്പോകുന്നല്ലാതെ അതിന് ആ വാർത്തയെ സംബന്ധിച്ച് അതിനെ അങ്ങനെ കൊടുക്കാൻ പാടില്ലായിരുന്നു, എന്നെ കൊടുക്കരുതെന്നുള്ള നിലയ്ക്കുള്ള ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പറവൂർ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.